എനിക്ക് വലിയ കഷ്ടം തോന്നുന്നത് അമേരിക്കയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരുണ്ടല്ലോ, ദേ ആർ അണ്ടർ പെർപ്പച്വൽ ഫിയർ. ഞാനിത് പറയുന്നത് ശരിയാണോ, അവർക്ക് ഒരു പ്രയാസമൊന്നും വരണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പറയുന്നതല്ല. ബട്ട് യു സി, ട്രംപിൻ്റെ മാഗ പ്രോജക്റ്റിൻ്റെ ഉള്ളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ വെള്ളക്കാരായ ക്രിസ്ത്യാനികളുടെ ഭരണം അത് മതി, അവർ മതി അമേരിക്കയിൽ. ബാക്കിയുള്ളവരൊക്കെ വരത്തന്മാരാണ്, പോടാ. ഇതാണ് അവരുടെ കോർ ഐഡിയ. ബാക്കിയൊക്കെ ഡെക്കറേഷനാണ്. ഇത് ശരിക്ക് അമേരിക്കൻ ഒറിജിനൽ വെള്ളക്കാരായ അമേരിക്കക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. സബ്സീക്വൻ്റ്ലി മൈഗ്രേറ്റ് ചെയ്ത ഇന്ത്യക്കാർക്കും മറ്റ് രാജ്യക്കാർക്കും അവർ അമേരിക്കൻ പൗരത്വമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർക്കിത് മനസ്സിലാകുന്നുണ്ട്, ഐ ആം ഡിഫറൻറ്റ്, ഞാൻ വരുത്തനാണ്. ഇതാണ് ഈ പറച്ചിലിൻ്റെ അർത്ഥം. അപ്പോൾ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ വിട്ട് ലീഗൽ ഇമിഗ്രൻസിനെ കൂടി ഇല്ലീഗലാക്കുന്ന രീതിയിലേക്ക് മാഗ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം ഈ ട്രംപിൻ്റെ വാചകങ്ങളുടെ ഫലമാണ്. വാസ്തവത്തിൽ ഇങ്ങേർക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. ഇങ്ങേർക്കറിയാൻ 4 വർഷത്തെ ആയുസ്സേ എനിക്കുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകേണ്ടി വരും, ഒരു മനുഷ്യനെ എനിക്ക് വോട്ട് ചെയ്യാനുണ്ടാവില്ല, ആവുന്നത്ര കാശുണ്ടാക്കുക, ലോകത്ത് മുഴുവൻ ട്രംപ് ടവർ ഉണ്ടാക്കുക. അതാണ് പുള്ളി ഗാസ വികസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ കാര്യം. എന്താ ഗാസ ട്രംപ് ടവേഴ്സ്, പുള്ളി ഒരു ബിൽഡറാണല്ലോ ബേസിക്കലി. അപ്പോൾ ഗാസ റീബിൽഡ് ചെയ്യാനുള്ള കോൺട്രാക്റ്റ് മുഴുവൻ സ്വന്തം കമ്പനികൾക്ക് കൊടുത്തിട്ട് കാശുണ്ടാക്കും. അങ്ങനെ ഗാസയും വികസിച്ചു, ട്രംപും വികസിച്ചു. പാകിസ്ഥാനുമായിട്ട് എന്ത് കറൻസിയാണ് അത്? പുതിയ ക്രിപ്റ്റോ കറൻസി, ആ കച്ചവടം, അത് മകൻ്റെ പേരിലോ മരുമകൻ്റെ പേരിലോ മറ്റാണ്. ഇങ്ങനെ പുള്ളി സ്വന്തം ആവശ്യത്തിന് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഏറ്റവും വലിയ നാണക്കേട്, ഖത്തറിൽ നിന്നിങ്ങനെ ബോയിങ് വിമാനം മേടിച്ചു, ഖത്തർ കൊടുത്ത സമ്മാനം. ആ ബോയിങ് വിമാനം പ്രസിഡൻഷിപ്പ് കഴിയുമ്പോൾ ആ വിമാനം അമേരിക്കയുടെ ആയിരിക്കും എന്നാരോ പറഞ്ഞു. പുള്ളി അതിന് തട്ടിക്കയറി പത്രസമ്മേളനത്തിൽ. പുള്ളി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, അത് എനിക്ക് തന്ന പ്രൈവറ്റ് സമ്മാനമാണ്, ഞാനൊരു പ്രസിഡൻ്റ് അല്ലാതെ കഴിഞ്ഞാൽ ഞാനത് വീട്ടിൽ കൊണ്ടുപോകും, എനിക്ക് സ്വന്തം വിമാനത്താവളമുണ്ട്, അവിടെ കൊണ്ടുപോയി ഇടും ഈ സാധനം എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പൊട്ടിത്തെറിച്ചു ട്രംപ്. വാസ്തവത്തിൽ ഞാൻ വരെ വിചാരിച്ചുകൊണ്ട് ഖത്തറിൻ്റെ എന്നിട്ട് സമ്മാനം മേടിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡൻറ്റിന് കുറച്ചിലാണ്. എന്നിട്ട് അത് പുള്ളി എയർഫോഴ്സ് 1 ആയിട്ട് ഉപയോഗിക്കുന്നു. ആരെങ്കിലും ചെയ്യുമോ? ബട്ട് അങ്ങനെ അത് ചെയ്തു. അപ്പോഴും ഞാൻ വിചാരിച്ച് ഏത് മനുഷ്യനും റിട്ടയറായി കഴിയുമ്പോൾ കിട്ടിയ വിമാനം നാട്ടുകാരുടെ വിമാനമാണല്ലോ, അത് കൊടുക്കുമല്ലോ. അല്ല, എൻ്റേതാണെന്നോ ഞാൻ കൊണ്ടുപോകും. ഇങ്ങനെയൊരു മനുഷ്യനെ എങ്ങനെ വിശ്വസിക്കും? ബട്ട് ഇന്ത്യയിലെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോദിയെ നാണം കെടുത്താൻ എന്തെങ്കിലും പോയിൻ്റ് വേണം. ഇയാൾ ട്രംപിൻ്റെ മുമ്പിൽ കുമ്പിട്ടു, ശരി, ഇന്നലെ വരെ കുമ്പിടാതെ നിന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുമോ? അത് സമ്മതിക്കില്ല, അതും സമ്മതിക്കില്ല. ഇതുവരെ കുമ്പിടാത്തതായിരുന്നു കുഴപ്പം. ട്രംപ് പറയുന്നു അങ്ങേരാണ് പാകിസ്ഥാനുമായിട്ട് കരാറിന്, താൻ എന്താ മിണ്ടാത്തേ. ഇപ്പം മിണ്ടിക്കഴിഞ്ഞപ്പോൾ താൻ കീഴടങ്ങി. ഇതെന്ത് പാട്! വെറും പൊളിറ്റിക്സ്, ഷാലോ പൊളിറ്റിക്സ് കളിക്കുക.